മീഷോന്നേ കുറഞ്ഞ വിലക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയ കുറച്ച് ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിക്കോ. നമ്മൾ ഓൺലൈനായിട്ട് തുണികൾ വാങ്ങുമ്പോഴേ നമുക്കറിയില്ലല്ലോ ഇത് ഏതാണ് ക്ലോത്ത്, എങ്ങനെയാണ് ഫോട്ടോയിൽ കണ്ട അതേ പിക്ക് തന്നെയാണോ അതേ കളറാണോ എന്നൊക്കെ തോന്നുമല്ലോ. അപ്പം അങ്ങനെ കൺഫ്യൂഷനായിട്ട് തന്നെയാണ് ഞാനും ഇതുമാതിരി ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യൽ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ക്ലോത്ത് എന്നും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് തുണി കോട്ടണിൽ നിന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒറിജിനൽ കോട്ടൺ അല്ല, എന്നാലും നല്ല അടിപൊളി പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളറാണ് കേട്ടോ. ഇത് അതിൽ കാണിച്ച സെയിം കളർ തന്നെയാണ് കേട്ടോ. ആ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കളറാണ്. ഷാളും അത്യാവശ്യം നല്ല വീതിയും വലുപ്പമൊക്കെ ഉള്ള ഷാൾ തന്നെയാണ്. പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ലുക്കിൽ ചുരിദാർ തന്നെയാണ് കേട്ടോ. ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഇതിൻ്റെ കളറിന് നല്ല ഭംഗി കൂട്ടുന്നത് ഇതിൻ്റെ ഈ നെക്കിനുള്ള വർക്കും കയ്യുമുള്ള ലേസും ഒക്കെയാണ് കേട്ടോ. ഇത് ഈ കയ്യുമുള്ള ലേസിൻ്റെ അതേ മോഡൽ തന്നെ നമ്മൾ പാൻറ്റിൻ്റെ അടിഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, ഇട്ടാലും നല്ല കളറ് നല്ല ഭംഗി തന്നെയാണ്. ഇത് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യും. ഇതിൻ്റെ ഷാൾ വരുന്നത് അത്യാവശ്യം നല്ല വീതിയിലും നല്ല ലെങ്ത്തിലും തന്നെയാണ് കേട്ടോ. വൺ സൈഡ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഷാൾ തന്നെയാണ് വരുന്നത്. ഷാളിൻ്റെ ക്ലോത്ത് ആണെങ്കിലും നല്ല അടിപൊളി ക്ലോത്ത് തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇനി വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഇത് ക്രേപ്പ് മെറ്റീരിയലാണ് വരുന്നത്. അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കൈയൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഫ്രണ്ടിൽ ബട്ടൺസ് ഉണ്ട്. ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. കോളർ നെക്കാണ് വരുന്നത്. മെറ്റീരിയൽ ക്രേപ്പ് ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഇല്ല ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. പറ്റ ലോക്കൽ തുണിയായിട്ടല്ല വരുന്നത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയതാണ് കേട്ടോ. കോളേജിൽ പോകുന്ന കുട്ടികൾക്കായിട്ടൊക്കെ പറ്റിയത് തന്നെയാണ്. ഇതും ഒരു കോട്ടൺ എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഫുള്ളായിട്ട് നമ്മൾ സാധാ കോട്ടണിലല്ല വരുന്നത്. എന്നാലും നല്ല ക്ലോത്താണ്, നല്ല കളറാണ്. വർക്കിനും വലിയ കുഴപ്പമില്ല. കയ്യും വേണമെങ്കിലും പാൻറ്റാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഫുള്ളായിട്ട് ഈ വൈറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് വരുന്നത്, ത്രെഡ് വർക്ക് വരുന്നത്. ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ ഈ ഒരു വൈറ്റ് വർക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്ത് കാണിക്കൂട്ടോ. കയ്യുമ്മ കണ്ടോ, കയ്യുമ്മ അത്യാവശ്യം വീതിയിൽ നല്ല ലെങ്ത്തിനും തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പാൻറ്റാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. ഇത് തുണി വരുന്നത് റയോണാണ് കേട്ടോ. റയോൺ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ. ഇത് ആ ഫോട്ടോയിൽ കണ്ട അതേ പിക്ചറും ആ പ്രിൻറ്റും ഒക്കെ തന്നെയാണ് കിട്ടിയത്. ക്ലോത്ത് അടിപൊളി ക്ലോത്താണ്. ഓപ്പൺ വരുന്നുണ്ട്. പിന്നെ നെക്കിലും വർക്കുണ്ട്, കയ്യിലും വർക്കുണ്ട്. പിന്നെ പാൻറ്റ് ഒരു ക്രീം കളറായിട്ടാണ് വരുന്നത്. നല്ല പാൻറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ടും ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാലും ഈ ക്ലോത്ത് നല്ല ഇടാനും നല്ല ഒരു ചൂട് കാലത്താണെങ്കിലും ഇടാം, ഇങ്ങനെ ഇടാനും പറ്റിയൊരു ക്ലോത്താണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത തുണിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ റയോണാണ് കേട്ടോ. കോട്ടൺ റയോൺ എന്നൊക്കെ പറയുന്ന ക്ലോത്താണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളത്. ക്രേപ്പ് മെറ്റീരിയലും കുഴപ്പമില്ല, ഡെയിലി യൂസ് ഓഫീസിൽ പോണപ്പോൾ കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തുണി തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലോത്ത് എന്ന് പറയുന്നത് ഇതാണ്, ഈ റയോണ്. ഈ പ്രിൻ്റ് തന്നെ ഒരു പാകിസ്ഥാനി മോഡലായിട്ടാണ് കേട്ടോ വരുന്നത്. ആ ഒരു ടൈപ്പിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ക്രേപ്പ് മെറ്റീരിയലാണ്. ഈ ക്രേപ്പ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അധികം ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഓഫീസിൽ പോകേണ്ടവർക്ക്, അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റും കേട്ടോ. പക്ഷെ നമുക്ക് ഈ ചൂട് കാലത്ത് അത്യാവശ്യം ചൂടെടുക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ ഒരു മെറ്റീരിയലാണ്. പ്രിൻ്റ് അടിപൊളിയാണ്. പാൻറ്റാണെങ്കിലും അടിപൊളിയാണ്. കാരണം നല്ല കാണാനൊരു ലുക്കുണ്ട്. കണ്ടോ, നെക്കിന് ഇങ്ങനെയൊക്കെ വരുന്നത് നല്ല അടിപൊളിയായിട്ട് ക്രേപ്പ് മെറ്റീരിയലാണ്. ഫോട്ടോയിൽ കണ്ട അതേ പ്രിൻറ്റും കാര്യങ്ങളും ക്ലോത്തും ഒക്കെ തന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. കൈയാണെങ്കിലും അത്യാവശ്യം കയ്യമ്മയും പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പാൻറ്റിൻ്റെ അടിയിലാണെങ്കിലും അടിഭാഗത്ത് നല്ല അത്യാവശ്യം പ്രിൻ്റ് വരുന്ന ഒരു തുണി തന്നെയാണ്. ഈ ഒരു ക്ലോത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്ലോത്താണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കളറിൽ വൈറ്റ് പ്രിൻ്റ് വരുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ട് ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് ഓപ്പൺ വരുന്ന ഒരു ടോപ്പാണ് വരുന്നത്. കയ്യിലും അത്യാവശ്യം വർക്കുണ്ട്. കയ്യിലിങ്ങനെ ഒരു ലൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്കിനാണെങ്കിലും വർക്കുണ്ട്. ഇത് ഇടാനും നല്ല അടിപൊളിയായിട്ട് ഇട്ട് നടക്കാം കേട്ടോ. നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം.
ഇത് പിന്നെ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ മേലെ ഒരു ഷ്രഗോ ഇല്ലെങ്കിൽ ഒരു ഇന്നറോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. പക്ഷേ ഇത് നല്ല ക്ലോത്താണ് കേട്ടോ, യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് തന്നെയാണ്. റയോണാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് നല്ല അടിപൊളി റയോൺ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ. കൈയില്ല. പിന്നെ നമ്മൾ ഷ്രഗോ അല്ലെങ്കിൽ ഉള്ളിൽ ഇന്നറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അത്രക്കും നല്ല ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അടിഭാഗത്തൊക്കെ നല്ല വീതി തന്നെ വരുന്ന ഒരു അടിപൊളി ക്ലോത്തുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്ലോത്തിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം, വേണമെങ്കിൽ ഓർഡർ ചെയ്യുക. അത്യാവശ്യം പാകത്തെ റേറ്റിന് തന്നെയാണ് എല്ലാതും കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളത് കുറച്ച് ബാഗും അങ്ങനെ കുറച്ച് ഐറ്റംസുകളാണ്. ഇപ്പോൾ ഇത് അനിയത്തി അവിടെ ഓർഡർ ചെയ്തിട്ട് വരുത്തി വെച്ച സാധനങ്ങളാണ്. അപ്പോൾ ഞാനൊന്ന് അതും കൂടെ ഇതിൽ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, നമ്മൾ ജ്വല്ലറി ഓർഗനൈസറാണ്, അടിപൊളിയാണ്. ഇതിലും എല്ലാതും ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റണത് തന്നെയാണ്. പിന്നെ ഇതൊരു വുഡൻ ട്രേ ആണ്, അത്യാവശ്യം ക്വാളിറ്റി തന്നെ വന്നിട്ടുള്ളത്. കട കാണാനും നല്ലൊരു ലുക്കില്ലേ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇവയ്ക്ക് മറ്റേ സെയിലുണ്ട്, മാല അങ്ങനെ ജ്വല്ലറി ഐറ്റംസുകൾ, ഫാൻസി ഐറ്റംസുകളെല്ലാം സെയിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ. ഇതൊരു പൗച്ചാണ് കേട്ടോ, ചെറിയൊരു നമ്മളെ മേക്കപ്പ് ഐറ്റംസൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയൊരു പൗച്ചാണ് ഇത്. പിന്നെ ഇങ്ങനെ മാല അങ്ങനെയൊക്കെ തൂക്കിയിട്ട് ഷോക്ക് വെക്കൂലേ, അത് വരുത്തി വെച്ചതാണ് ആൾ. പിന്നെ ബാഗിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല, നല്ല അടിപൊളിയാണ് കേട്ടോ ബാഗ് വരുന്നത്. അത്യാവശ്യം ഇത്തിരി സിബൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. ഉള്ളിൽ 2 വലിയ കമ്പാർട്ട്മെൻറ്റും സിബുള്ള തന്നെ വരുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ഇതൊക്കെ കുറേ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല വില, ഈ അത്യാവശ്യം ഓഫറുള്ള ടൈമിലൊക്കെ ഓർഡർ ചെയ്തിട്ട് വരുത്തി വെക്കണതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത്രയും ഐറ്റംസുകളാണ് മീഷോന്ന് ഓഫറുള്ള സമയത്ത് വാങ്ങി വെച്ചത്. ഇതൊക്കെ അനിയത്തി, നാത്തൂന് അവരൊക്കെ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ഇത്ര അധികം സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങി വെക്കൂല. ഇനിയിപ്പോൾ ഞാൻ വാങ്ങി വെച്ച കുറച്ച് ഐറ്റംസുകളുണ്ട്, അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഇത്തിരി ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എത്രക്കുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ ഇത്രക്ക് ഐറ്റംസുകളൊക്കെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തത്. ഇതൊക്കെ അധികം ഞങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റിവ്യൂ പറയാൻ വന്നത് കേട്ടോ. ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നത് തന്നെയാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നത് കൊണ്ട് അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്കും കൂടെ ഇടുക കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.